കേരളത്തിലെ മികച്ച വർക്ക്ഷോപ്പുകളും വ്യത്യസ്തമായ മെക്കാനിക്കുകളെയും തേടി നമ്മളെത്തിയത് കോട്ടയത്താണ്. കോട്ടയത്തുള്ളത് സ്ട്രോക്കേഴ്സ് ഗ്യാരേജ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ച് ഒരാൾ വർക്ക്ഷോപ്പ് തുടങ്ങി 2 വീലർ മെക്കാനിക്കായി. ഇപ്പോൾ ഇവിടെ നിറച്ചും വാഹനങ്ങളാണ്, നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നിറച്ചും വാഹനങ്ങളാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കഥകൾ എന്നാണ് നമുക്ക് സുദർശൻ ചേട്ടനോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, ഇപ്പോൾ കോട്ടയത്ത് അറിയപ്പെടുന്നൊരു പ്രീമിയം ബൈക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കാണ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണിത്. അപ്പോൾ ഇത് തുടക്കം എങ്ങനെയായിരുന്നു, ആദ്യകാലം എങ്ങനെയായിരുന്നു, പിന്നെ ഇപ്പോൾ ഈ ഇവിടം വരെ എത്തിയ ജേണി എങ്ങനെയാണെന്ന് പറയാമോ? തുടക്കം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഗവൺമെൻറ് ജോലി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ജോലിക്ക് പോകുമായിരുന്നു. ആ സമയത്ത് തന്നെ 2019 കോവിഡ് കഴിഞ്ഞ സമയത്ത് അപ്പം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എന്ത് ജോലിയായിരുന്നു? ഞാൻ ട്രാവൻകൂർ സിമെന്റ്സിൽ ഇലക്ട്രീഷ്യനായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ച ഡിപ്ലോമ ട്രിപ്പിൾ ആണ്. 2014 ഞാൻ ജോലിക്ക് കയറിയാണ്. അപ്പോൾ ഒരു 16 തൊട്ട് നമുക്ക് വണ്ടി ഭയങ്കര ക്രേസാണ്, ബൈക്ക്, പ്രത്യേകിച്ച് ഡൂക്ക്, നമ്മുടെ ഒരു വികാരം തന്നെ അത്. അപ്പം അതെടുത്തപ്പോൾ നമ്മുടെ കോട്ടയം കയറ്റിയും പഴയ ഷോറൂം ഉണ്ട്, അവരുമായിട്ട് നല്ല ടൈപ്പായി. നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഒരു ക്ലബ്ബുണ്ട് അവിടെ. അപ്പോൾ ക്ലബ്ബിൽ നമ്മൾ അഡ്മിനായി. അങ്ങനെ കുറേ കമ്പനിക്ക് കിട്ടി ക്ലബ്ബിൽ. പിന്നെ നോർമലി അവിടെ മെക്കാനിക്സ് ഉണ്ട്. അപ്പം നമ്മൾ വൈകിട്ട് വണ്ടിയുടെ പണി ഇഷ്ടമായതുകൊണ്ട് അവിടെ നിൽക്കും. അങ്ങനെ നിന്ന് ആശാന്മാരോട് നിന്ന് പണിയെല്ലാം പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് നോർമലി 19 സമയത്ത് അവർ നിർത്തുക. ആ സമയത്ത് ഞങ്ങൾ അപ്പം വേറെ വണ്ടി പണിയാൻ സ്ഥലമില്ല. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ചുമ്മാ നമ്മുടെ വർക്ക്ഷോപ്പ്, വീടിൻ്റെ ഷെഡിലായിരുന്നു ആദ്യത്തെ എൻ്റെ വർക്ക്ഷോപ്പ്. കാർ ഷെഡായിരുന്നു, വേറെ സ്ഥലങ്ങളൊന്നും നമുക്കില്ല, ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. അപ്പം അന്നേരം ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ കമ്പനി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ 2 ആയിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ 2 ആയിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല, നിങ്ങൾ ഏതായാലും ഒരെണ്ണത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ തന്നെ ഞാൻ റിസൈൻ ഇട്ടു. കാര്യം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് നടത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ആദ്യം ഭയങ്കര എതിർപ്പായിരുന്നു, നീ എന്നെ കാണിക്കുന്നത് സർക്കാർ ജോലി കളഞ്ഞിട്ട് നീ ഇതിൻ്റെ പുറകെ പോയിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചു. അത് പെർമനന്റ് ജോലിയായിരുന്നു? പെർമനന്റ് ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് നോർമലി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബൈക്കിനോട്. എനിക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ പോകുന്ന എപ്പോഴും നല്ലത്. പാഷൻ, അതാണ്. ഒരു പാഷൻ്റെ പുറകെ പോയാൽ നമുക്ക് കാര്യം നടക്കും. എനിക്ക് മനസ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളാരും പറ്റിക്കുന്നില്ല. നേരെ പോകുന്ന അന്നും ഇന്നും എന്നും നമ്മൾ പോകണേ. അപ്പോൾ അന്ന് സമയത്ത് നമുക്കൊരു മെക്കാനിക്കിനെ എനിക്ക് വേണം. അപ്പോൾ എനിക്കൊരു മെക്കാനിക്കിനെ എടുത്തു, അബീത്ത് എന്ന് പറഞ്ഞ മെക്കാനിക്ക്, അവനെ ഫസ്റ്റ് വരുന്നത്. അങ്ങനെ അവനും ഞാനിവിടെ എൻ്റെ വീട്ടിലെ കാർ ഷെഡിലാണ് ഈ വർക്ക്ഷോപ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്ലബ്ബിലുള്ള വണ്ടികൾ നോർമലി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പയ്യെ അപ്പം അപ്ഗ്രേഡ് ആകാൻ തുടങ്ങി. കാര്യം വണ്ടികൾ പല സ്ഥലത്തു നിന്നും വരാൻ തുടങ്ങി. നമ്മൾ വർക്കാണെങ്കിലും പക്ക സാറ്റിസ്ഫൈഡ് ആക്കി കസ്റ്റമറെ വിടത്തുള്ളൂ. അങ്ങനെ ഇറങ്ങി പിന്നീട് ആണ് ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 2 കൊല്ലത്തോളം വീട്ടിലായിരുന്നു, ഷെഡിലായിരുന്നു വർക്ക്ഷോപ്പ്. പിന്നീടാണ് വൈഫ് കല്യാണം കഴിച്ചപ്പോൾ നമുക്ക് സംരംഭമായിട്ട് തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ നമ്മൾ PMEGP ലോണിനെ കുറിച്ച് അപേക്ഷിച്ച് അങ്ങനെയാണ് ഈ ഒരു സംഭവം പണിത്. അങ്ങനെയാണ് നമ്മൾ അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇങ്ങനെ പണിത്, ഇപ്പം ഒരു വെറൈറ്റി വേണ്ടേ, അപ്പോൾ അതിനാണ് ഇങ്ങനെ പണിത് നമ്മൾ പരിപാടി തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം നമുക്ക് നോർമലി ഇപ്പം അങ്ങനെയാണ് നമ്മൾ കയറി വന്നൊരു ഇത്. കാര്യം ഒരു ചലഞ്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാര്യം പോയി ഉള്ള ജോലിയും പോയി. പക്ഷേ നമ്മളതിനകത്ത് വിജയിച്ചു എന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പരിധി വരെ ഞാൻ സക്സസ് ആയി എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മുടെ ഗാരേജ് പണിയുന്നത്. അപ്പൊ ഇവിടെ എത്ര റാമ്പ്, എങ്ങനെയാണ്? ഈ വർക്ക്ഷോപ്പിൽ 4 റാമ്പും അങ്ങേപ്പുറത്ത് 3 റാമ്പും, ടോട്ടൽ 7 റാമ്പാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടുത്തെ മെക്കാനിക്ക് എങ്ങനെയാ, എല്ലാവരും ഒരേ വണ്ടി തന്നെ പണിയോ? അല്ലല്ല, ഇവിടുത്തെ മെക്കാനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആണ്. അത് ഇപ്പൊ ആ കാണുന്ന 2 റാമ്പിൽ ശരിക്കും പറഞ്ഞാൽ യമഹാടെ റാമ്പാണ്. അവിടെ യമഹാടെ വണ്ടികൾ മാത്രമാണ് 2 മെക്കാനിക്കന്മാർ പണിയുന്നത്. പിന്നെ ഉള്ളത് അവിടുത്തെ 3 KTMന്റെ റാമ്പ്, അവിടെ KTMന്റെ വണ്ടികൾ മാത്രമായിരിക്കും പണിയണത്. പിന്നെ ഉള്ളത് ബജാജിന്റെ റാമ്പ്, അവിടെ ബജാജിന്റെ വണ്ടി. അപ്പം 3നും നമുക്ക് സെപ്പറേറ്റ് മെക്കാനിക്കന്മാരാണ്. അത് KTMൽ എക്സ്പീരിയൻസ് ഉള്ളത് KTM മാത്രമേ പണിയത്തുള്ളൂ, യമഹയിൽ എക്സ്പീരിയൻസ് ഉള്ളത് യമഹ മാത്രമേ പണിയുള്ളൂ, ബജാജ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ വർക്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. കാര്യം സ്ഥിരം ചെയ്യുന്ന വണ്ടി അതാ. അപ്പം അതുപോലെ 390 KTM 2 390 ഉണ്ട്. ഇപ്പോൾ എഞ്ചിൻ വർക്കാണ് 390 250 ഒരാളാണ്, 200 125 ഒരാളാണ്. അവർ 2-3 പേരിൽ അങ്ങനെ എഞ്ചിൻ വർക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പോൾ എഞ്ചിനും അവൻ സ്ഥിരം ചെയ്യുന്ന എഞ്ചിൻ അതായതുകൊണ്ട് അവന് സെറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്, വർക്ക് സ്പീഡാവും, പെർഫെക്റ്റും ആവും. തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയുള്ള വർക്ക്ഷോപ്പിൽ റാമ്പേ ഇല്ല, നമ്മൾ നിലത്തിരുന്നാണ് പണിതുകൊണ്ടിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ ആദ്യം 3 റാമ്പാണ് ആദ്യം ഇട്ടത്. 3 റാമ്പായി വർക്ക് കൂടി പറ്റുന്നില്ല എന്ന് വന്നപ്പോഴാണ് നമ്മൾ റാമ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് 4 റാമ്പോട് നമ്മളാക്കി. ഇവിടെ ഇപ്പോൾ എത്ര മെക്കാനിക്കന്മാരുണ്ട്, എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ? ടോട്ടൽ ഇപ്പം നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 7 മെക്കാനിക്കന്മാർ നിലവിലുണ്ട്, പ്ലസ് 2 ഹെൽപ്പർമാരുണ്ട്. പിന്നെ അല്ലാണ്ട് സ്പെയർ പാർട്സിൽ മൊത്തം എനിക്ക് തോന്നുന്ന 10 മെക്കാനിക്ക് അടുത്തുണ്ട്, ബാക്കി 3 പേര് സ്പെയറിലാണ്. മൊത്തം 13 സ്റ്റാഫുണ്ട്.
പിന്നെ ഞാനും വൈഫും. ഇവിടെ ഏകദേശം ഒരു മാസം എത്ര വണ്ടി ഇറങ്ങി പോകുന്നുണ്ടാവും? അത് പറയാൻ പറ്റില്ല, 100 മേളിൽ എന്തായാലും ഉണ്ടാവും. 100 മൈൽ വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. കസ്റ്റമർ ഫീഡ്ബാക്ക് നോർമലി എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും പോകണേ. നമുക്ക് കൂടുതലും കസ്റ്റമർ കോട്ടയത്ത് നിന്ന് ഇരിക്കുമ്പോൾ കസ്റ്റമർ കുറവാണ്. കൂടുതലും വരുന്ന ആലപ്പുഴ, ചേർത്തല, തൃശ്ശൂർ, പാലക്കാട്, ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ ഞാൻ കേട്ടത്. ഇടുക്കിയിലൊന്നും വർക്ക്ഷോപ്പേ ഇല്ല ഇത് പണിയുന്നത്. നമുക്ക് അങ്ങനത്തെ സൈഡിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്ക് വർക്കുകൾ വരുന്നത്. വർക്ക് വന്ന് നോർമലി ഉള്ള വർക്കുകളൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇപ്പോൾ ചെയിൻ സോക്കറ്റ്, ഫുൾ സർവീസ്, അങ്ങനത്തെ ഒക്കെ തീർക്കും. പിന്നെ നോർമലി ആക്സിഡൻറ്റ് വർക്ക് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. കാര്യം നോർമലി ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിങ് നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ ചേസ് റീപ്ലേസ്മെൻറ്റ് RTOൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടി. അപ്പോൾ അവരൊന്ന് വണ്ടി നോക്കിയിട്ട് അവർ അപ്രൂവൽ നമ്മൾ ചേസ് മാറാറുണ്ട്. ചേസ് നമ്പർ നമുക്ക് പഞ്ച് ചെയ്യാം, ലീഗലി പഞ്ച് ചെയ്യാനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇൻഷുറൻസ് ക്ലെയിമിങ് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ വണ്ടികളാണ് നോർമലി കുറച്ച് ദിവസം എടുക്കും. കാര്യം സർവേ ചെയ്ത് പാർട്സ് വന്ന് എടുക്കണം. അല്ലാതെ നോർമലി ഉള്ള ജനറൽ വർക്കെല്ലാം ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കും. നമ്മൾ മെയിനായിട്ട് സ്പോർട്സ് ബൈക്കാണ്. സ്പോർട്സ് ബൈക്ക്, പിള്ളേർ സെറ്റിൻ്റെ സ്പോർട്സ് ബൈക്ക് കാറ്റഗറി 3 ബ്രാൻഡാണ് മെയിൻലി പണിയുന്നത്. പിന്നെ ഹീറോയുടെ എക്സ്പൾസ് മാത്രം ചെയ്യും. എക്സ്പൾസ് നമുക്ക് സ്പോർട്സ് ബൈക്ക് കാറ്റഗറി വരുന്നൊരു വണ്ടിയാണ്, അത് ചെയ്യും. പിന്നെ KTMൻ്റെ എല്ലാ മോഡൽസും ചെയ്യും. യമഹയുടെ R15, FC V3, FC V2, പിന്നെ ഉള്ള അങ്ങനത്തെ ഫ്യൂൽ പമ്പ് ഉള്ള വണ്ടികളാണ് ചെയ്യുന്നത്. പിന്നെ ബജാജിൻ്റെ 200NS, NS 160, 200NS ഇങ്ങോട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ ചെയ്യും. ഇപ്പം നമ്മുടെ സാധാരണ നാട്ടിലുള്ള വർക്ക്ഷോപ്പുകളുമായിട്ടൊരു വ്യത്യാസം എന്താ നിങ്ങൾ പറയാനാണെങ്കിൽ? നമ്മുടെ വ്യത്യാസം നമ്മൾ ചെയ്യുന്ന വർക്കിന് വാറണ്ടി കൊടുക്കും. വാറണ്ടി എങ്ങനെ? വാറണ്ടി എന്ന് ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കസ്റ്റമർ ഒരു വണ്ടി ഇവിടുന്ന് പണിയുക, നമ്മൾ ഉപയോഗിക്കുന്ന സ്പെയർ എല്ലാം ജെന്യൂൻ സ്പെയർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എഞ്ചിൻ പണിതാൽ നമ്മൾ കൊടുക്കുന്ന 800 കിലോമീറ്റർ വാറണ്ടിയാണ്. ഷോറൂമിൽ പോലും അവർ കൊടുക്കില്ല. നമ്മൾ 1000 കിലോമീറ്റർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. അത് കഴിഞ്ഞാൽ ലേബർ ഇല്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കും. അതുപോലെ നമ്മൾ എന്തിപ്പോൾ ഒരു 4 കോയിൽസിൽ ഒരു വണ്ടിക്ക് പോയ വഴിക്ക് എന്തെങ്കിലും മാറിയ സാധനത്തിന് ഡാമേജ് കൊണ്ട് പൊട്ടിപ്പോയി, നമ്മൾ തിരിച്ച് വിളിച്ച് കസ്റ്റമർക്ക് പെട്രോൾ കാശും കൊടുത്ത് രണ്ടാമത് മാറി കൊടുത്തിരിക്കും. കാര്യം കമ്പനി നമുക്ക് റീപ്ലേസ് കിട്ടും. നമുക്ക് ആ വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്നത് നമുക്ക് നഷ്ടമില്ല. കാര്യം നമ്മളെല്ലാം ഡയറക്റ്റ് സ്പെയർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ വാറണ്ടി വരും, നമുക്ക് കസ്റ്റമർക്ക് ആ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പകുതി ലേബറാണ് നമ്മൾ മേടിക്കുന്നത്. നോർമലി ഇപ്പം ലേറ്റസ്റ്റ് ഒരു ബില്ല് നമ്മൾ KTMൻ്റെ വന്നത് ഏകദേശം ഒരു 11 രൂപ അടുത്ത് ഹാഫ് എഞ്ചിൻ വർക്കിന് ലേബർ ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ എഞ്ചിൻ വർക്കിന് 6 രൂപ 600 രൂപ മേടിക്കുന്നത് ടോട്ടലി, അത്രേ മേടിക്കത്തുള്ളൂ. നോർമലി എല്ലാ കാര്യങ്ങളാണെങ്കിലും KTMൻ്റെ പകുതി ലേബറല്ലേ നമ്മൾ ചെയ്യുന്നത്. അത് മേടിച്ചാണ് ഒരു വർക്ക് ചെയ്ത് വിടുന്നത് എല്ലാവർക്കും, കസ്റ്റമേഴ്സിനെ എല്ലാം അങ്ങനെ വിടുന്നത്. സർവീസ് ആണെങ്കിലും എല്ലാം നമ്മൾ 6 രൂപ വരും സർവീസ് 3 രൂപയ്ക്ക് തന്നെ ചെയ്യും. പക്ഷേ എല്ലാ സാധനവും ജെന്യൂൻ ആയിരിക്കും, അത് ലേബർ കുറവായിരിക്കും. അതുപോലെ ഷോറൂമിലെ പകുതി ലേബറേ നമുക്ക് സർവീസിന് കാണത്തുള്ളൂ. എല്ലാ സാധനത്തിനും അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ചെറിയ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയ കാര്യം എന്തായിരിക്കും? ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കണ്ടമാനം വരും. നമുക്ക് എല്ലാം കൂടെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ പറ്റില്ല. മാക്സിമം നമ്മൾ നമ്മുടെ സ്പീഡിൽ ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ കുറച്ച് വണ്ടി പോകുമ്പോൾ അതിന് അടുത്തടിച്ച് ഇറങ്ങുന്നതനുസരിച്ച് വണ്ടി വരും. ഇത് കൺട്രോൾ ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ സ്പെയർ ഹബ്ബോട് തുടങ്ങിയതുകൊണ്ട് തന്നെ സ്പെയർ കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സ്പെയർ കൊടുക്കണില്ലായിരുന്നു, ഇപ്പോൾ സ്പെയർ നമ്മൾ പുറത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകണം. വൈഫ് ഉള്ളതുകൊണ്ട് തന്നെ അവൾ സ്പെയർ നോക്കിക്കോളും. പിന്നെ രണ്ടും കൂടെ ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇതെൻ്റെ വൈഫാണ്. ഈ വൈഫ് ഞാൻ 2022 കല്യാണം കഴിക്കുന്നത്. ആ സമയത്ത് നമ്മൾ 19 സ്റ്റാർട്ട് ചെയ്യണം. അന്ന് വീട്ടിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പുറകോട്ട് വർക്ക്ഷോപ്പ് പണി ഒരു ആശയത്തിലോട്ട് വരുന്നത്. അത് മാത്രമല്ല നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നു ആ സമയത്താണ്. അതുവരെ നമുക്ക് സ്പെയർ വരുന്നു പോകുന്നു. ഇപ്പം ഇവിടെയാണ് പറയുന്നത് നമുക്കെല്ലാം സിസ്റ്റത്തിലാക്കണം. അങ്ങനെ സിസ്റ്റത്തിലാക്കി കമ്പ്യൂട്ടർ ആയിട്ട് ഇങ്ങോട്ട് പണിയാനുള്ള ഒരു ആശയം ഇവളുടെ തന്നെ. പ്ലാനിങ് വരെ അവളുടെ ഒരു രീതിയിലാണ് ഇത് പണിത് നമ്മൾ. എനിക്ക് ഫുൾ ടൈം ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണിത്. അങ്ങനെ എനിക്ക് വണ്ടിയോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച M.Com ആയിരുന്നു. അപ്പം ഞാൻ ബാങ്കിങ് ഫീൽഡായിരുന്നു കൂടുതൽ വർക്ക് ചെയ്തതും ഒക്കെ അങ്ങനെയായിരുന്നു. ഓൾറെഡി ജോലി ഉണ്ടായിരുന്നു ഒക്കെ. ഞങ്ങളുടെ കല്യാണ സമയത്ത് ജോലി വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പാഷൻ്റെ പുറത്തുള്ളതുകൊണ്ട് പിന്നെ ഓരോരുത്തരും ഇഷ്ടമല്ലേ, അപ്പോൾ പിന്നെ ഞാൻ സപ്പോർട്ടായിരുന്നു. പക്ഷെ ആദ്യത്തെയൊക്കെ ഒരു വർഷമൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് സെറ്റ് ആവുമോ എന്നാ നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇത് വീട്ടിലും കല്യാണം കഴിയുമ്പോൾ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അവരെന്നെ കെട്ടിച്ചു വിട്ടേ. ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അത് കഴിഞ്ഞപ്പം പക്ഷെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത് സെറ്റായി. ഇതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ജോലി ചെയ്യുക, അങ്ങനെ ഒരു ടൈപ്പ് അല്ലായിരുന്നു. ഇവിടെ ഫ്രീഡം ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അവൾ തന്നെ ഇപ്പം നേരത്തെ നമ്മൾ ഈ ജനുവരി 1 അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ സ്പെയർ ഹബ്ബ്, സ്റ്റോക്കേഴ്സ് സ്പെയർ ഹബ്ബ് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങുന്നത്. അപ്പോൾ അത് ഫുൾ അവൾ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. സ്റ്റോക്കേഴ്സ് സ്പെയർ ഹബ്ബ് ഫുൾ ഇപ്പം വണ്ടിയുടെ സ്പെയർ പാർട്സ് വരെ പഠിച്ച്, പാർട്ട് നമ്പർ വരെ കാണാപ്പാടാ.
അടുത്ത് നമുക്ക് സ്പെയർ ഹബ്ബ് സെറ്റാക്കി എടുക്കുക. അതിപ്പോൾ ജനുവരി സ്റ്റാർട്ട് ചെയ്തോളൂ. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി കാര്യങ്ങളും അതുപോലെ എന്നും കൊറിയർ ആണെങ്കിലും നമുക്ക് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്. ഷോപ്പായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഓൺലൈൻ കൊറിയർ സർവീസൊക്കെ ചെയ്ത് കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം അത് സെറ്റാക്കി 1 വർഷത്തിനുള്ളിൽ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ട് അവൾക്ക് ഷോപ്പായിട്ട് കോട്ടയം ടൗണിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ടൗണിലല്ലല്ലോ ഇത്. അപ്പോൾ സ്റ്റോക്കേജ് സ്പെയർ ഹബ്ബ് എന്ന് പറഞ്ഞ സംഭവം നമുക്കത് സെയിലാക്കുമ്പോൾ ടൗണിൽ തന്നെ ഒരു ഷോപ്പായിട്ട് സ്പെയർ പാർട്സിൻ്റെ പ്രീമിയം ബൈക്കിൻ്റെ സ്പെയറിൻ്റെ ഷോപ്പ് അത് കോട്ടയത്തൊന്നും ഇല്ല. ഇപ്പോൾ കോട്ടയത്ത് ഒരു സ്ഥലത്തും KTMൻ്റെ സ്പെയർ KTM കോട്ടയത്തല്ല, അത് ഒരു ഷോറൂമിലും കിട്ടത്തില്ല, ഒരു കടയിലും ഇല്ല. നമുക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മളിന്ന് കടക്കാർ വരെ ഇപ്പം സാധനം എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കട്ടപ്പന വർക്ക്ഷോപ്പ്. ഈ 2 ഞങ്ങളുടെ പ്ലാനിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളിവിടെ തന്നെയാണല്ലോ ഇപ്പോൾ യമഹായിലാണെങ്കിലും KTMലാണെങ്കിലും ബജാജിലാണെങ്കിലും മിനിമം 10 കൊല്ലം അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കന്മാർ ഇവിടെ ഉണ്ട്. യമഹായിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സീനിയർ മെക്കാനിക്ക് 14 വർഷം എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ ബജാജിൽ നിൽക്കുന്നതും 14 കൊല്ലമാണ്. KTMലുള്ളതാണല്ലോ 7 വർഷം അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള മെക്കാനിക്കന്മാർ നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് പണി പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കൂടുതൽ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ട്രസ്റ്റാണ്, വിശ്വാസം. ഇപ്പം നോർമലി ഒരു വർക്ക്ഷോപ്പിൽ ഒരു സാധനം അത് മാറി എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ നമ്മൾ മസ്റ്റായിട്ട് മാറിയിരിക്കും. ഇപ്പോൾ ഒരു സർവീസ് ചെയ്യുന്ന വണ്ടികൾ പലയിടത്ത് ചെയ്യുന്ന വരും. അവർ ഫ്യൂൽ ഫിൽറ്റർ മാറത്തില്ല, പ്ലഗ് മാറത്തില്ല, അതിൻ്റെ ബില്ല് അടിച്ചു കൂടും. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. കസ്റ്റമർക്ക് ഒരിക്കലും അഴിച്ചു നോക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മൾ എല്ലാ സാധനവും മാറുന്ന സാധനം മാറി മാത്രമേ വിടത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ തല്ലിക്കുട്ടി വണ്ടി ഇറക്കി വിടത്തില്ല. ഇപ്പം നോർമലി ഇപ്പം നമ്മുടെ വണ്ടികൾക്ക് ഈ വണ്ടിക്ക് ഒരു ഓയിൽ എത്തുന്ന കംപ്ലയിൻറ്റ് വരുന്നൊരു വണ്ടിയാണ് ഇപ്പോൾ KTMൻ്റെ വണ്ടികൾ. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പം ഒരു വർക്ക്ഷോപ്പിൽ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഊരിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയാണ് ഈ സംഭവം. ഇത് നമ്മൾ എഞ്ചിൻ്റെ ബോറിൽ പ്ലഗ് ഊരിട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഉള്ളിൽ സ്ക്രാച്ച് ഉണ്ടോ ഓയിൽ ഇറങ്ങുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ക്യാച്ച് ചെയ്യാൻ പറ്റും കംപ്ലയിൻറ്റ്. അതല്ലെങ്കിൽ എഞ്ചിൻ മൊത്തം ഊരി പീസാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുവേണ്ടി ഞങ്ങൾ എടുത്തൊരു സ്പെഷ്യൽ ടൂൾ. അതുപോലെ തന്നെ KTMൻ്റെ എല്ലാ സ്പെഷ്യൽ ടൂൾസും ഷോറൂമിൽ പോലില്ല. ഈ ടൂളൊന്നും ഷോറൂമിലില്ല. അവർക്ക് വേണേൽ അവർ എഞ്ചിൻ അടിക്കണം. നമുക്ക് ഈ ടൂളുണ്ട്, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കണം, US മെയ്ഡ് ആ സാധനം അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ എല്ലാ സ്പെഷ്യൽ ടൂൾസും നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വണ്ടി കംപ്ലയിൻറ്റ് വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും എളുപ്പം അതുകൊണ്ട് എല്ലാ ടൂളും ഉള്ളൂ. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയുടെ സ്പെഷ്യൽ ടൂൾസ് നമ്മുടെ ഉണ്ട്. അതുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന്, ഇങ്ങനത്തെ വണ്ടികൾക്ക് അഡ്വാൻസ്ഡ് ടൂൾസ് ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. നോർമലി എന്ത് സെൻസർ പോയാലും അത് അറിയണം, സ്കാൻ ചെയ്യണം. അതുപോലെ അത് സെറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഇഞ്ചക്ടർ ആണെങ്കിലും ചെക്ക് ചെയ്യുന്ന ടൂൾ, അങ്ങനെ കുറേ ടൂളുകളുണ്ട്. ഒരു ബ്രേക്ക് ഫ്ലൂയിഡ്, ഇപ്പം നോർമലി ഇപ്പം ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് പോയൊരു വണ്ടിയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയുക. ബ്രേക്ക് ഫ്ലൂയിഡ് പോയ വണ്ടി നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് പോയതാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന് ടൂളുണ്ട്, സ്പെഷ്യൽ ടൂൾ. അത് ഇട്ട് നോക്കി കഴിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റും ബ്രേക്ക് ഫ്ലൂയിഡ് നല്ലതാണോ മോശമാണോ അതോ ഉപയോഗിക്കാൻ പറ്റുമോ. ഇത് 3 ആ ടൂളിൽ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഫ്ലൂയിഡ് ചുമ്മാ മാറത്തില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കി അതിനകത്ത് പറയും ഇപ്പം മാറണം എന്ന് കാണിക്കുവാണെങ്കിൽ മാറും. അതല്ല കുറച്ച് കിലോമീറ്റർ ഓടുന്നു പറഞ്ഞാൽ അത്രയും കിലോമീറ്റർ ഓടിച്ചോളാൻ പറയും. നോർമലി KTMൻ്റെ സ്പെയർ കിട്ടത്തില്ല, അത് വലിയ കാര്യം. പിന്നെ ലോക്കൽ വർക്ക്ഷോപ്പുകാരെ സംബന്ധിച്ച് ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറൻറ്റാണ്. അതായത് ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് വരുന്ന എഞ്ചിനാണ്. നോർമലി ബാക്കിയുള്ള വണ്ടികൾ പണിയുന്നവർക്ക് ഇത് പണിയാൻ ഡിഫിക്കൽട്ടായിരിക്കും. ചെയ്യുന്ന ആൾക്കാർ കാണും, പക്ഷേ അപ്പോൾ അവർക്ക് സ്പെയർ കിട്ടില്ല. 3-4 മാസമൊക്കെ ഡിലേ വരും. നമുക്ക് സ്പെയർ റെഡി സ്റ്റോക്ക് ഉണ്ട്, നമുക്ക് പണിയാം, ഡിലേ വരില്ല. ആണ് നമ്മുടെ പ്രത്യേകത. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിലവിലിപ്പം ഇതിപ്പം വർക്ക്ഷോപ്പ് ഓൾറെഡി ഫുള്ള് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായി. ഇനി അടുത്ത ജില്ലയിലോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. കാര്യം ഇടുക്കിയാണ് അടുത്ത ഞങ്ങളുടെ ടാർഗറ്റ്. ഇടുക്കി കട്ടപ്പനയിൽ നോർമലി റൂം എടുത്തിട്ടുണ്ട്. അവിടെ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യും. കാര്യം അവിടുന്ന് കുറേ കസ്റ്റമേഴ്സ് ഇവിടം വരെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം കൗണ്ട് നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് കട്ടപ്പന ചെയ്യുവാണെങ്കിൽ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. കാര്യം അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരുമെന്ന് ഒരു ദിവസം പണിയാണ്. അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അവിടെ കസ്റ്റമേഴ്സിനെ കിട്ടും, ആ ഭാഗത്തുള്ള വണ്ടികൾ നമുക്ക് വരും. അപ്പോൾ നമ്മൾ അവിടെ ഉടനെ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യും.